ആൽഫ YRF സ്പൈ യൂണിവേഴ്സിലെ ഒരു ബെറ്റർ പടം. വാറിന് ശേഷം ഒരു നല്ല പടം, നല്ലൊരു സ്ക്രീൻ പ്ലേ, നല്ലൊരു എക്സിക്യൂഷൻ ഒക്കെ കണ്ട ഒരു പടം. സ്റ്റിൽ ഒരു ടോപ്പ് നോച്ച് പടം എന്ന് പറയാനുള്ള ഒരു സാധനം ഇല്ല. കാരണം നിങ്ങൾക്ക് അറിയാലോ ഈ സിനിമയിൽ എന്താ ഉണ്ടാവുക എന്നുള്ളത്. അതായത് ഒരു സ്പൈ യൂണിവേഴ്സിൽ ഇതുവരെയുള്ള സിനിമകളിലെല്ലാം ഉള്ള ഗിമ്മിക്സ് എല്ലാം ഉണ്ട്. ഒന്നിനും ഒരു കുറവില്ല. ആ, ആലിയ ഭട്ടിന്റെ പെർഫോമൻസും അനിൽ കപൂർ, പിന്നെ നമ്മുടെ മേ വാപ്പസ് ആവുങ്ക എന്ന് പറഞ്ഞ ആ സിനിമയിലാണ് നടിയുണ്ട്. അത് നല്ല വൃത്തിക്ക് പെർഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട്, അതേപോലെ ഗണ്ണോണ്ടുള്ള കുറച്ച് ഫൈറ്റ് സീന് അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അതൊക്കെ നല്ല വൃത്തിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ആലിയ ഭട്ടിനേക്കാളും സ്പോട്ട് ലൈറ്റ് സ്റ്റീൽ ചെയ്തത് മറ്റേ ആ കുട്ടിയാണ്. അതിന്റെ നെയിം എന്താന്നുള്ളത് എനിക്ക് അറിയൂല. പക്ഷേ സ്റ്റിൽ നമുക്കറിയാം YRF സ്പൈ യൂണിവേഴ്സ് ആണ്. അതിന്റെ ഗിമ്മിക്സ് എല്ലാം അറിഞ്ഞിട്ട് ആ ഒരു ഹോപ്പിൽ നമ്മൾ പോകാവൂ. അത് വെച്ച് നോക്കുമ്പോൾ ആ ഒരു കൂട്ടത്തിൽ ബെറ്റർ പടം വാർ എന്ന് പറഞ്ഞാൽ അത് ഇവിടെയാണ്. അതിനെ നമുക്ക് ഇനി ഡൗട്ട് ചെയ്യാനുള്ള ഒരു പടം ഇതുവരെ വന്നിട്ടില്ല. അതിന്റെ തൊട്ട് താഴെയായിട്ട് തൊട്ടാ ഹൃത്തിക് റോഷൻ ഉണ്ട് ഒരു ചെറിയ ക്യാമിയോല്. പക്ഷേ അതും നല്ല യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടർ അല്ലേ. കബീർ എന്ന് പറഞ്ഞാൽ ഏത് ലെവലിലുള്ളതാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അതിനെ യൂസ് ചെയ്തില്ല. അത് എനിക്കെന്തോ ഭയങ്കര ഒരു ഇത് തോന്നി. അനിൽ കപൂർ അനിൽ കപൂർ ആരാണ് എന്താണ് എന്നുള്ളതിന്റെ ഒരു ഗ്ലിംസ് ഒക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ ബോബി ഡിയോളിന്റെ കുറച്ച് നല്ല സാധനങ്ങൾ. ബോബി ഡിയോളിന് സ്ഥിരം ഒരു വില്ലൻ ക്യാരക്ടർ ആണ്. ബട്ട് ബോബി ഡിയോൾ ചെയ്തുകൊണ്ടാണോ, ബോബി ഡിയോൾ ഇതുവരെ ചെയ്തിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് സാധനം തന്നെയാണ്. പക്ഷെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അഭിനയിച്ചോ അല്ലെങ്കിൽ സ്റ്റോറിയിൽ കുറച്ച് സംഭവങ്ങളുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു ബെറ്റർ പടം YRF യൂണിവേഴ്സിൽ വാർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് തൊട്ട് താഴെ വെക്കാവുന്ന ഒരു പടം.